സ്മിത. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? പോയോട്ടാ. ഇന്ന് നമ്മളുണ്ടല്ലോ 2 തരം ദോശയാണ് ഉണ്ടാക്കണേ. അതായത് തട്ടുദോശയും പിന്നെ സാധാരണ ഒരു ദോശയും. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കപ്പ കറി. ഇത് വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് 2 ഗ്ലാസ് വറുത്ത അരിപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഏത് ഗ്ലാസ് കൊണ്ടാണോ നമ്മൾ അരിപ്പൊടി എടുക്കണേ, അപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടി ആണെങ്കിൽ അതേ സെയിം ഗ്ലാസ് കൊണ്ട് തന്നെ 1 ഗ്ലാസ് ഉഴുന്നും എടുക്കണം. ഒപ്പം തന്നെ 1 ടീസ്പൂണ് നമ്മുടെ ഉലുവാട്ട. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ 1 ഗ്ലാസ് ഉഴുന്നെടുക്കണോടത്ത് വേണമെങ്കിൽ 1/4 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. പക്ഷെ ഉഴുന്ന് എപ്പോഴും മുന്നിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ദോശയ്ക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഉഴുന്നും ഉഴുന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ 1 മണിക്കൂർ കുതിരാൻ റെഡി വയ്ക്കുക. ഇത് ഞാനിപ്പോൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിലേക്കുണ്ടല്ലോ നമ്മൾ ഈ ഉഴുന്നിന്റെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇത്രയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് അടിച്ച് എടുക്കണേ കേട്ടാ. ഞാനപ്പോൾ ഇത് അടിച്ച് കൊണ്ടുവരട്ടെ. അപ്പം ഞാൻ ഇത് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തുറക്കുമ്പോൾ നോക്കിക്കോളൂ കേട്ടോ. നന്നായിട്ട് ഉഴുന്നൊക്കെ ഇങ്ങനെ കൊണ്ടു വന്നിട്ടുണ്ട്. കണ്ട കോളം ഇതൊക്കെ നിൽക്കണ ഇതേപോലെയാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് ഈ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഈ അരിപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കും. ഒപ്പം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാട്ടോ നമ്മള് പൊടി നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുതിർച്ചെടുക്കണം. കണ്ട ഇതേപോലെ ഇപ്പൊ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. കണ്ട ഇതേപോലെയാണ് നമ്മൾ പൊടീനെ നനച്ചെടുക്കണ്ടേ കേട്ടാ. ഇതിലേക്ക് നമ്മുടെ ഈ ഉഴുന്നുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പൊടി ഇപ്പൊ ഇതാ 1/2 ടീസ്പൂണ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ യോജിപ്പിക്കാട്ടാ. നമ്മുടെ ഉഴുന്നും നമ്മുടെ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. കണ്ട നമ്മുടെ മാവ് കണ്ട നമ്മളിങ്ങനെ ആക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കണം ഗുണമൊന്നും. അതേപോലെ നന്നായിട്ട് ഇങ്ങനെ വെക്കാട്ടാ. നമ്മളിപ്പോൾ ഇന്ന് രാത്രി കളിക്ക് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് നമുക്ക് സുഖമായി ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. മാവൊക്കെ വീർത്ത് വന്നിട്ടുള്ളത് അത് ഞാൻ കാട്ടിത്തരാം കേട്ടാ. കണ്ട ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ വീർത്തുണ്ട്. കണ്ട ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കുണ്ടല്ലോ നമ്മുടെ ദോശയിലേക്കുള്ള കൊള്ളിഷ്ട തയ്യാറാക്കാം കേട്ടാ. അപ്പൊ നമ്മളിതാ 1 കൊള്ളി എടുത്തിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ ഞാൻ ഈ കൊള്ളി ചോട് കളയട്ടെ. നല്ല കൊള്ളിയായിട്ട് നമ്മുടെ വീട്ടിലത്തെ നമ്മുടെ കൈ കൊണ്ടുണ്ടെങ്കിൽ അങ്ങനെ പൊളിക്കാം. ഈ കൊള്ളിനെ ഒന്നും കൂടി നന്നായി കഴുകിയെടുക്കട്ടെ കേട്ടാ. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിട്ടാട്ടെ നമ്മൾ നുറുക്കണേ. അപ്പൊ ഞാനുണ്ടല്ലോ നമ്മുടെ കൊള്ളി നന്നായിട്ട് കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൊള്ളിയിലുണ്ടല്ലോ നമ്മളൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റി കളയണം കേട്ടാ. തീ കത്തിച്ച് കൊള്ളിയുടെ അടുപ്പമ്മ കയറ്റിയിട്ടുണ്ട്. ഒന്ന് തള വരെ വേണ്ട കേട്ടാ. അപ്പൊ ഇതാ നമ്മുടെ കൊള്ളി തിളച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നു. എന്നിട്ട് തീ ഓഫ് ചെയ്തു കേട്ടാ. നമുക്ക് ഇതിലത്തെ വെള്ളം ഒന്ന് ഊറ്റി കളയട്ടെ. ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങള് പച്ചമുളക്. നമ്മളിപ്പോ ഇതിലേക്ക് ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇത്രയും പോകുന്നൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇത്രയും വേപ്പില കേട്ടാ. 3 കതിര് വേപ്പില. അപ്പൊ ഉണ്ടല്ലോ ഈ പച്ചമുളകൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളെ. എരിവ് കൂടുതലുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ നല്ല എരിവ് ഉണ്ടാവും. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊള്ളിസ്റ്റൂര് നമ്മള് ചുവന്ന മുളക് പൊടി ഉപയോഗിക്കുന്നില്ല കേട്ടാ. അപ്പൊ ഞാൻ ഈ പച്ചമുളക് ഇതിലേക്ക് നുറുക്കില്ല. ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ നുറുക്കിട്ടോളൂ. ഇഞ്ചി ഉണ്ടല്ലോ നമ്മളിതാ കുഞ്ഞിതാക്കിയിട്ട്. ശരിക്കും ഈ കൊള്ളിസ്റ്റൂലുണ്ടല്ലോ ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ഇഞ്ചി ആട്ടാ. ഇഞ്ചി കുറയണ്ട.
ഇങ്ങനെ കുഞ്ഞിതാക്കിയിട്ട്, കാരണം നമ്മൾ ഈ ഇഷ്ട കഴിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് ഈ ഇഞ്ചി ഒക്കെ നമ്മുടെ വയറ്റിലേക്ക് ചെന്നിരിക്കും. അത്രയും നൈസായിട്ട് അരിഞ്ഞു കൊടുക്കും. നമ്മളുണ്ടല്ലോ 3 കതിര് വേപ്പില അതും ഇതിലേക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്തേക്കാണ് കേട്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കുണ്ടല്ലോ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കൊള്ളി നന്നായിട്ട് മുങ്ങിക്കിടക്കാവുന്ന രീതിയിലാട്ടോ നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. കാരണം കൊള്ളി ഇഷ്ടമാണ്. നല്ല കുറുകിയ രീതിയിലാണ് നമ്മുടെ കറി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നമ്മുടെ കറി വെന്ത് വരുമ്പോൾ നല്ല കൊള്ളിയും ചാറൊക്കെ നല്ല ഒപ്പത്തിന് ഇങ്ങനെ കുറുകുറുന്നിരിക്കണം. തീ കത്തിച്ച് നമുക്ക് കലം അടുപ്പുമ്പോൾ കയറ്റാം കേട്ടോ. നമ്മുടെ കൊള്ളി ഇവിടെ ഇരുന്ന് വേവട്ടെ. ആ നേരം കൊണ്ടുണ്ടല്ലോ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ 2 തരത്തിലാണ് ദോശ ഉണ്ടാക്കുന്നത്. ഒന്ന് നമ്മൾ സാധാ ദോശ, പിന്നെ തട്ട് ദോശ കേട്ടോ. അപ്പൊ നമുക്ക് തീ കത്തിച്ച് നമ്മുടെ ദോശപാത്രം അടുക്കുമ്പോൾ കയറ്റി, ദോശപാത്രം നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ടിട്ട് ഞാൻ കണ്ടത് ഒരു വടിയുമ്പോൾ തുണി ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് കണ്ട. നൈസായിട്ട് നെയ്യ് ഒരു തുണ്ട് പേരിന് ഒന്നിങ്ങനെ പറ്റി കൊടുക്കാം. വെറുതെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഇപ്പൊ ഇങ്ങനത്തെ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ദോശ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പിടിക്കൊന്നുമില്ല. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പറ്റി കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാവ് നല്ല കട്ടിയിലാണ് നമ്മൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കോരി ഒഴിക്കുക. നല്ല കുമ്മിളകളൊക്കെ ഇപ്പൊ വരും കേട്ടോ. കണ്ട ആണ് ഈ ദോശയാണ് നമുക്കൊരു പ്രത്യേകതയായിട്ട് തോന്നുക. ഇതേപോലെ നിറയെ കുമിളകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇങ്ങനെ മൂടി വെക്കുന്നതാണ് നമ്മുടെ തട്ടുദോശ കേട്ടാ. ഇത്തിരി കനത്തിലും നിറച്ച് ഇങ്ങനെ കുമിളകൾ പോലെ ഓട്ടകൾ വന്നിട്ടില്ല അത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടുദോശ മറിച്ചിടില്ല. അപ്പൊ നമുക്കിത് തുറക്കാട്ടാ. അപ്പൊ വേണ്ട നല്ല സ്മൂത്തായിട്ടുണ്ട്. നമ്മൾ മറിച്ചിടൊന്നും വേണ്ട. നിറച്ച് ഓട്ടകളായിട്ട്. പിന്നെ ഉണ്ടല്ലോ നമുക്കിപ്പോ മൂടി വെക്കാണ്ടും നമുക്ക് ഉണ്ടാക്കാട്ടാ, കുഴപ്പമില്ല. മൂടി വെക്കാണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോ നമ്മളിതൊന്ന് മറിച്ചിടണം കേട്ടാ. പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ മൂടി വെച്ചിട്ടാവുമ്പോഴേ ദോശ ഭയങ്കര സോഫ്റ്റ് ആട്ടാ. നല്ല സോഫ്റ്റ് ദോശയായിരിക്കും. ഇനി നമ്മള് തട്ടുദോശ അല്ലാണ്ട് സാധാ ദോശ ഉണ്ടാക്കും. അത് നമ്മള് നല്ല പരത്തി നമ്മുടെ ഇഷ്ടത്തിന് ആക്കാട്ടാ. സാധാ ദോശകളാവുമ്പോഴാണ് ഇങ്ങനെ നിറച്ച് കുമ്മിളകളൊക്കെ വന്ന് ഇങ്ങനെ ഓട്ടകൾ പോലെ ഇരിക്കാട്ട. ഇപ്പൊ മസാല ദോശ നെയ്റോസിനൊക്കെ ആണെങ്കിൽ ഈ രീതിയല്ല. അത് നല്ല കനം കുറച്ച് വേറൊരു സ്റ്റൈലാണ്. അത് ഞാൻ വേറെ ദിവസം ഉണ്ടാക്കി കാട്ടിയതാട്ടാ. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ദോശ, ഇത് നമ്മൾ മറച്ചിട്ട ദോശയാ. പക്ഷെ ഈ മറച്ചിടാൻ ഉണ്ടാക്കണ ദോശയില്ലേ അതിനാട്ടോ നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുക. ഇതിന് സോഫ്റ്റ്നെസ് കുറവല്ല, പക്ഷെ ഇതിനൊരു മൊഴിച്ചിലുണ്ടാവും. പിന്നെ ഉണ്ടല്ലോ സാധാ ദോശ ആവുമ്പോഴേ നമ്മളിങ്ങനെ പരത്തിയിട്ട് ദോശ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് നെയ്യ് ഒന്ന് കുളിച്ചു കൊടുക്കാം. ആവശ്യം ഉണ്ടെങ്കിൽ നിർബന്ധമില്ല കേട്ടാ. നമ്മൾ ഇങ്ങനത്തെ ദോശ ആകുമ്പോ എന്തായാലും മറിച്ചിടണം. കണ്ട തട്ടുദോശ ആകുമ്പോ നന്നായിട്ട് ഇങ്ങനെ വീർത്ത് നിറച്ച് കുമിളകളൊക്കെ നിറച്ച് ഓട്ടകൾ വരും. തീ കുറച്ച് വെച്ചോളട്ടെ, തീ കൂടണമെന്ന് തോന്നാണെങ്കിൽ. നമ്മുടെ കൊള്ളി കൂട്ടാൻ തളച്ചിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കൊള്ളി പെട്ടെന്ന് വേവണ കൊള്ളിയായിട്ട് തിളക്കുമ്പോഴേക്ക് തന്നെ അതേ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് വീണ്ടും നമുക്ക് മൂടി വെക്കാം. ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ തിളച്ചപ്പോ. അപ്പൊ നമ്മുടെ കൊള്ളി നമ്മൾ തീ കുറച്ചിട്ടാണ് വെച്ചിരുന്നത്. നമുക്ക് തുറന്നു നോക്കാം. കണ്ട വെന്തു. ഈ ഒരു പാകാട്ടാ കൊള്ളി ഇഷ്ടത്തിന്. ചാറും കൊള്ളി നല്ല കുറുകി ഇങ്ങനെ ഇരിക്കണം. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടാ. ഇനി നമുക്കിത് ഉള്ളി കാച്ചാം. തീ കത്തിച്ച് നമ്മുടെ പാൻ അടുപ്പുമ്പോൾ കഴിക്കാം. ഈ പാൻ നന്നായി ചൂടാവട്ടെ. ഒപ്പം ഞാൻ എൻ്റെ ദോശയോടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടാ. കണ്ട നമ്മുടെ തട്ടുദോശ ഇത്ര ആയിട്ടുണ്ട്.
അപ്പൊ നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടാ. ഒരു 8 ഉള്ളി ഞാൻ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഈ ഉള്ളി ഉണ്ടല്ലോ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതാ നമ്മുടെ ഉള്ളി ഇതേപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കുണ്ടല്ലോ നമ്മൾ 2 കതിരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൊടി പൊടിച്ചത്. അത് നമ്മൾ ഇതാ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ കൊള്ളിക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് നമ്മുടെ കൊള്ളിക്കറി റെഡി ആയിട്ടാ. നമ്മുടെ കൊള്ളിക്കറി അവിടെ വെന്ത് വരുമ്പോഴേക്കും ഇതാ എന്റെ ദോശയും ലാസ്റ്റത്തെയാണ്, അതും ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ ഇതാ നമ്മുടെ ലാസ്റ്റ് ദോശ. അപ്പൊ നമ്മുടെ 2 തരം ദോശ ഉണ്ടാക്കി കഴിഞ്ഞു. ഒപ്പം നമ്മുടെ കൊള്ളിഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷായിട്ടിനെ വിളിക്കട്ടെ കേട്ടാ. നമ്മള് ഇങ്ങനെ കൊറേ യാത്രകളിൽ ഇങ്ങനെ കഴിക്കാറുള്ള തട്ടുകടകളിൽ. പിന്നെ ഈ ഒരു ദോശ എനിക്ക് നമ്മുടെ അമ്മമാര് പണ്ടൊക്കെ ഇങ്ങനത്തെ ദോശ മടക്കിയിട്ട് അല്ലെങ്കിൽ അല്ല പ്ലേറ്റിൽ വെച്ച് തരും. ഈ ദോശ കഴിച്ചോളാം. രണ്ടും അടിപൊളി ദോശ തന്നെയാണ്. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്